ഇതുവരെ നാം സംസാരിച്ച അലാമാത്തുൽ വഖഫുകൾ വന്ന ചില സ്ഥലങ്ങൾ ശ്രദ്ധിക്കുക. നോക്കൂ, ഇവിടെ വാല് നീണ്ട മീമിനെ കാണാം, ഇവിടെ സ്വലിയെ കാണാം, ഇവിടെ ജീമിനെ കാണാം, ഇവിടെയോ കിലിയെ കാണാം. ഇവിടെയെല്ലാം എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിൽക്കർ റുസുലു ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ് മിൻഹും മൻ കല്ലമല്ലാഹ് ورفع بعضهم درجات وآتينا عيسى ابن مريم البينات وأيدناه بروح القدس ولو شاء الله ما اقتتل الذين من بعد ما جاءتهم البينات ولكن اختلفوا فمنهم من آمن ومنهم من كفر ولو شاء الله ما اقتتلوا ولكن الله يفعل ما يريد. ഇത്രയും ഭാഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലായി, ചെറിയ വാല് നീണ്ട മീമിനെ കണ്ടാൽ സ്റ്റോപ്പ് ചെയ്യൽ നിർബന്ധമാകുന്നു. അതുപോലെ സ്വിലി, ജീം, ഖിലി ഇത്തരം അടയാളങ്ങളെ കണ്ടാൽ വഖഫ് ജായിസുകളാണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇത്തരം അടയാളങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം പാരായണം ചെയ്യേണ്ടത്. അടുത്തതായി തജ്വീദ് നിയമങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. അഹ്കാമുൻ നൂനി സാക്കിന വത്തൻവീൻ. അഹ്കാമുൻ നൂനി സാക്കിന വത്തൻവീൻ എന്ന് വെച്ചാൽ സുക്കൂനുള്ള നൂനിന്റെയും തെൻവീനിന്റെയും നിയമങ്ങൾ. ഇവിടെ സുക്കൂനുള്ള നൂൻ എന്നതിന് ഉദ്ദേശിക്കുന്നത്, ഇവിടെ നോക്കൂ, അൻ ഇതാണ് സുക്കൂനുള്ള നൂന്, മിൻ ഇതാണ് സുക്കൂനുള്ള നൂന്, അൻ ഇതാണ് സുക്കൂനുള്ള നൂന്. ഇവിടെ നോക്കൂ, രണ്ട് തൻവീൻ, അൻ, ഇൻ, ഉൻ. അപ്പൊ രണ്ട് ഫത്ഹ്, രണ്ട് കസ്ർ, രണ്ട് ദമ്മ്, ഇതാണ് തെൻവീൻ. ഇവിടെ തെൻവീനിന്റെയും സുക്കൂനുള്ള നൂനിന്റെയും ശബ്ദം ഒന്നായതുകൊണ്ട് ഇതിന്റെ വിധികളും ഒന്ന് തന്നെയാകുന്നു. സാക്കിനത്തായ നൂനിന്റെയും തെൻവീനിന്റെയും ശബ്ദം ഒന്നായതുകൊണ്ട് ഇതിന്റെ നിയമങ്ങളും ഹുക്കുമുകളും ഒന്ന് തന്നെയാകുന്നു.